ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തുർക്കിഷ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. തുർക്കിഷ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കൈക്ക് വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് ഉപ്പ്, മുളക് പൊടി, ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചതച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ജീരകം പൊടിച്ചത്, ഒരു ഹാഫ് ലൈമ്, പുളിയില്ലാത്ത തൈര്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യും. എന്നിട്ട് മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ പ്രോപ്പർ മെഷർമെന്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാരിനേഷൻ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരു പാന് ചൂടാക്കിയിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് വെക്കാം. ചിക്കൻ ഒരു 80% ഒക്കെ കുക്കായി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. ബട്ടറും മൈദയും ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഗാർലിക്, ഉപ്പ്, കുരുമുളക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ സോസ് ഇതുപോലെ തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും കൂടെ ആഡ് ചെയ്യാം. ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസ് ചീസോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ദാ നമ്മുടെ ഈസി തുർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കസൂരി മേത്തിയും ഒക്കെ ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റ് ആണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു തുർക്കിഷ് ചിക്കന് ബട്ടർ നാനോ, ഗാർലിക് നാനോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും ഈസി ആയിട്ട് പോകും. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അണ്ടിൽ ദെൻ, അസ്സലാമ.